ദേശീയപാത ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പ് നൽകി. കൂരിയാട് പാത തകർന്നതിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. വിവരങ്ങളുമായി അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളം ഉന്നയിച്ച ആശങ്ക, അതിൽ സമയമനുസരിച്ച് സമയക്രമത്തിനുള്ളിൽ തന്നെ ഈ പാത നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ള ഉറപ്പ് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയത്? മറ്റ് വിവരങ്ങൾ എന്താണ്? പ്രജിഷ്, ഏതാണ്ട് 1 മണിക്കൂറോളമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വർഷം ഡിസംബറിൽ തന്നെ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ട ഇടപെടൽ കേന്ദ്ര മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പ് നിതിൻ ഗഡ്കരി പിണറായി വിജയൻ നൽകുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിൽ മുഹമ്മദ് റിയാസ് മന്ത്രി കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഡിസംബർ മാസത്തോടു കൂടി സമ്പൂർണ്ണമായി പണി പൂർത്തിയാകുമെന്നുള്ളതല്ല, കൂരിയാട് ഉൾപ്പെടെ ചിലയിടങ്ങളിൽ പണി ബാക്കിയുണ്ടാകും. ബാക്കി എല്ലാ സ്ഥലത്തും ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ പണി പൂർത്തിയാക്കി തുറന്നു നൽകാനാണ് ഇപ്പോഴത്തെ ധാരണ. എന്തായാലും കൂരിയാട് പണി പൂർത്തിയാകുമ്പോഴത്തേക്ക് അടുത്ത വർഷം മാർച്ചെങ്കിലും അയക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള വിലയിരുത്തൽ. ആ വിലയിരുത്തൽ കൂടി ഗഡ്കരി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, നേരത്തെ ഈ ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി 6000 കോടി രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. ഈ 6000 കോടി രൂപ നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന കാര്യം നേരത്തെ തന്നെ ധനകാര്യ മന്ത്രാലയത്തിനോട് പലതവണ കേരളം ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അത് അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം അംഗീകരിക്കാൻ വേണ്ടി മന്ത്രി ഗഡ്കരി തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു സഹായം കേരളത്തിന് ചെയ്യണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വർഷം ഡിസംബറോടുകൂടി നമ്മുടെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്ന ഉറപ്പാണ് ഇപ്പോൾ മന്ത്രി സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത്.